ഹായ് മക്കളെ, വി കെ സാർ ആണ്. നമ്മുടെ +1 അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. +1 ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ച് പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ കേൾക്കുന്നത് +2കാർക്ക് ഓണം എക്സാമിന് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നല്ലോ, ഞങ്ങൾക്ക് ഓണം എക്സാം ഇല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന ഓണം വെക്കേഷന് മുന്നേ നടക്കുന്ന എക്സാമിനേഷൻ ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ലേ, അല്ലെങ്കിൽ ഓണം എക്സാം ഉണ്ടോ എന്നുള്ള കാര്യത്തിലായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും സംശയം ഉണ്ടായിരിക്കുക. മക്കളെ, നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓണം എക്സാമിനേഷൻ ഇല്ല. സമാധാനമായി അല്ലേ? അങ്ങനെയല്ല. അതായത് ഗവൺമെൻറ് ടൈം ടേബിൾ പ്രകാരം ഒഫീഷ്യലി കോമൺ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് ഒരു ഓണം എക്സാം നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് സ്കൂളുകൾ കണ്ടക്ട് ചെയ്യുന്ന ഓണം എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അതായത് സ്കൂളിൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചർ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നടക്കുന്ന ഓണം എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അപ്പം സാധാരണഗതിയിൽ ഓണം എക്സാം നടക്കുന്ന ഫസ്റ്റ് ടൈം പോർഷൻസ് കവർ ചെയ്യുക, ഓണം എക്സാം നടക്കുന്ന സെക്കൻഡ് ഡേ പോർഷൻസ് കവർ ചെയ്യുക, ക്രിസ്മസ് എക്സാം നടക്കുന്നു, ദെൻ ഹോൾ സിലബസ് കവർ ചെയ്യുന്നു, മാർച്ചിൽ പബ്ലിക് എക്സാമിനേഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ടേം വൈസ് ഓരോ എക്സാമിനേഷനിലേക്കുള്ള പോർഷൻസ് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് ടേം പോർഷൻസ് ആയിട്ടുള്ള +1 ബിസിനസ് സ്റ്റഡീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സാണ് അവിടെ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ലോ ഓഫ് എൻ്റർപ്രൈസ് എന്ന ചാപ്റ്റർ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഓണം എക്സാമിനേഷൻ്റെ പോർഷൻസ് ഈ 3 ചാപ്റ്റേഴ്സാണ്. പക്ഷേ എങ്കിൽ സ്കൂളുകൾ നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് ആണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ ചാപ്റ്റേഴ്സ് പ്രകാരമുള്ള എക്സാമിനേഷനാണ് നിങ്ങൾക്ക് സ്കൂളിൽ ഓണം എക്സാമിനേഷൻ ആയിട്ട് എന്ത് ചെയ്യുക നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം +1 വിദ്യാർത്ഥികളും ഓണം എക്സാം അത്ര തന്നെ കാര്യമാക്കി എടുക്കില്ല. അവർക്ക് എന്തായാലും പണി കിട്ടും. കാരണം ക്രിസ്മസ് എക്സാമിലേക്ക്, അതായത് സെക്കൻഡ് ടേം എക്സാമിലേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് 8 ചാപ്റ്റേഴ്സ് ആണ് ബിസിനസ് സ്റ്റഡീസിൽ. അപ്പോൾ ഇവിടെ 3 ചാപ്റ്റേഴ്സ് പഠിക്കുന്നു, പിന്നീട് അങ്ങോട്ട് 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്നു. ആ 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ വലിയ ചാപ്റ്റേഴ്സ് ആണ്, കൂടുതൽ വെയിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ ഫസ്റ്റ് ടേം പോർഷനിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും വലിയ ചാപ്റ്റേഴ്സ് ആണ്. +1 ബിസിനസ് സ്റ്റഡീസിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കൂടിയാണ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവിടെ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റേഴ്സും കൂടി അവിടെ എന്ത് ചെയ്യേണ്ടി വരും, പഠിക്കേണ്ടി വരും. സോ ഒരുപാട് ബാക്ക്ലോഗ്സ് നിങ്ങൾക്ക് അവിടെ തീർക്കേണ്ടി വരും. ഇതേപോലെ ഓരോ സബ്ജക്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഏകദേശം 80% സിലബസ് നമ്മൾ കവർ ചെയ്യുന്നത് ക്രിസ്മസ് എക്സാമിലേക്കാണ്. സോ കൃത്യമായിട്ട് ഈ ഓണം എക്സാമിലേക്ക് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ പറയുന്ന ഓണം എക്സാമിനേഷൻ യൂണിറ്റ് ടെസ്റ്റ് ആയിട്ടല്ലേ നടക്കുന്നത് സാർ, അപ്പോൾ എന്തിനാണ് ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് എവിടെയും നമുക്ക് ട്രീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എന്നുള്ളതായിരിക്കും മറ്റൊരു കൺസേൺ ആയിട്ട് നിങ്ങൾ പറയുക. മക്കളെ, നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓണം എക്സാമിനേഷൻ്റെ മാർക്ക് നിങ്ങളുടെ C മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യും. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആയി, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നത് ഈ പറയുന്ന ഓണം എക്സാമിലേക്കാണ്. +1 കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിന് ശേഷം പുതിയ സബ്ജക്റ്റുകൾ, പുതിയ കാര്യങ്ങളൊക്കെയാണ് കൊമേഴ്സിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾക്കറിയാം, സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ബാച്ചാണ് യുവ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. യുവ ബാച്ചിൽ ഓരോ ചാപ്റ്റേഴ്സിനെയും കൃത്യമായിട്ടുള്ള ഇൻസ്റ്റാൾ ആൻഡ് മെറ്റീരിയൽസ് അടങ്ങിയ നോട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എക്സാമിലേക്ക് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ മൊത്തമായിട്ട് റിവൈസ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 1 പേജ് നോട്ട്, അതായത് മൈൻഡ് മാപ്പും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ റിവിഷൻ സമയത്തും ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നോട്ടൊന്നും ഇല്ലാത്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ ടെൻഷൻ അടിക്കണം. നമ്മുടെ യുവ ബാച്ചിൽ നോട്ടുകൾ അവൈലബിൾ ആണ്. PDF രീതിയിലായിരിക്കും നിങ്ങൾക്ക് നോട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഒപ്പം തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡൗട്ട് വരികയാണ്, ആ ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീ റെക്കോർഡഡ് സെഷനായിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. സോ അത് ഈസി ആയിട്ട് റെഫർ ചെയ്യാം. ദെൻ AI ഗുരു, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് യുവ ബാച്ചിലുള്ളത്. ഇനി അതല്ല, കൂടുതൽ ഈ പറയുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടേണ്ട കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഞങ്ങളുടെ ഫാക്കൽറ്റീസുമായിട്ടും ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാനും, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴി ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ചോദിക്കാനും, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനും, അങ്ങനെ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബാച്ചാണ് യുവ ബാച്ചിൻ്റെ പവർ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പവർ ബാച്ച് നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഫാക്കൽറ്റീസുമായിട്ട് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. സോ ഈ 2 ബാച്ചിലേക്കും ഇപ്പോൾ ഒരു ഓഫറും കൂടി റണ്ണിങ് ആണ്, ഓണം ഓഫർ റണ്ണിങ് ആണ്. അപ്പം ഈ ഏത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിലും 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പം ഒരുപാട് സിലബസ്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ഓണം എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവലും സ്പോർട്സും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ആ സമയത്തൊക്കെ സ്കൂളിൽ സിലബസ് കംപ്ലീഷന് വേണ്ടി ടീച്ചേഴ്സ് ഓടുന്നതായിരിക്കും. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ യുവ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, ക്ലാസ്സസ് കാണാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കൂടെ നിങ്ങളുടെ അക്കാഡമിക്സും നിങ്ങൾക്ക് ഒരുപോലെ പാരലലി നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഒപ്പം തന്നെ +2 കൃത്യമായിട്ടുള്ള മാർക്കും സ്കോർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹയർ ഗ്രാജുവേഷനിലേക്ക് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.